ഈശോയുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ഡെപ്ത് എനിക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. കുർബാനയിൽ പങ്കെടുത്തോണ്ടിരുന്ന സമയത്ത് എനിക്കൊരു നമ്മൾ ഉള്ളൊരു ക്വസ്റ്റ്യൻ എനിക്കിങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഇതാ ഈ ക്വസ്റ്റ്യൻ ആയിരിക്കാം വരാൻ സാധ്യത എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. പക്ഷെ ആ ദൈവത്തിൻ്റെ സ്നേഹം പലപ്പോഴും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ നമ്മുടെ ഉള്ളിലുള്ള ഒരു പാപാവസ്ഥയാണ്. എന്ത് കാര്യങ്ങളിലാണ് ഈശോ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യമുള്ളതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നു. എൻ്റെ പേര് സാജൻ. ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ കൊച്ചു കുടുംബമാണ്. എൻ്റെ ഭാര്യ ജിഷ. ഞങ്ങൾക്ക് 4 മക്കളാണുള്ളത്. ഇന്ന് ആൻപ്രീസ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ആഗ്നസ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ജോയൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പിന്നെ ജന്മോൾ ഇപ്പോൾ അവൾക്ക് 2 വയസ്സ്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് കളമശ്ശേരിയാണ്. GC യൂത്തിൻ്റെ പ്രൊഫഷണൽ മിനിസ്ട്രിയിലെ ഭാഗമായിട്ട് GC യൂത്ത് ഇൻഫോ പാർക്കിൻ്റെ പ്രേ ഗ്രൂപ്പ് മെമ്പറാണ്. ബേസിക്കലി ഞാൻ കോളേജിൽ പഠിക്കുന്ന അവസരത്തിൽ 2002 തൊട്ട് 2006 ബാച്ചായിരുന്നു ഞാൻ. കോഴിക്കോട് AWH എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. 3rd സെമ്മും 4th സെമ്മൊക്കെ വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ 4th സെമ്മിലൊക്കെ എനിക്ക് 6 പേപ്പറും 2 ലാബിലും ഏകദേശം 5 പേപ്പറോളം എനിക്ക് പോയി. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വളരെ ഇനി എന്ത് ചെയ്യണം, ഇനി ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്ന് എനിക്ക് മനസ്സിലായി. തിരിച്ചു പോരണോ ഇത് നിർത്തിയിട്ട് എന്നുള്ളതൊക്കെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് കുറച്ച് ഞങ്ങളുടെ സീനിയർ ചേട്ടന്മാരൊക്കെ എന്നെ വിളിച്ച് ഒരു ധ്യാനം കൂടാനായിട്ട്, GC യൂത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിൽ ധ്യാനം കൂടാനായിട്ട് എന്നെ വിളിക്കുന്നത്. അവിടെ വെച്ചിട്ട് എനിക്ക് കുറച്ചും കൂടെ ഒരു ഈശോ അനുഭവിക്കാൻ പറ്റി. ബേസിക്കലി കുറച്ചും കൂടെ ആ ധ്യാനത്തിൻ്റെ ദിവസങ്ങളിൽ എനിക്കൊരു സ്ട്രെങ്ത് ഈശോ തന്നു. എൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ അങ്ങ് കുരിശിൽ കിടക്കുവാണ്, കുരിശിൽ മരിക്കുന്നു ഒക്കെ ഒരു പെരിഫറി ലെവലിൽ മനസ്സിലാക്കാം. പക്ഷെ എനിക്ക് വേണ്ടി ഈശോ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൽ മരിക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാനാണ് ഏറ്റവും സഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുരിശിൽ കിടന്ന് എന്നെ നോക്കിയാൽ മതിയല്ലോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഈശോയോട് ചോദിക്കുന്നുണ്ട്. അപ്പം എനിക്ക് കിട്ടിയ റെസ്പോൺസ് പറഞ്ഞാൽ ഇങ്ങനെയാണ്: നിനക്ക് പറ്റുന്ന പോലെ നീ ചെയ്യ്, ബാക്കി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി. അതിനുശേഷം പതിയെ പതിയെ എൻ്റെ സാഹചര്യങ്ങൾ മാറി. തുടക്കത്തിൽ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ തന്നെ, ഞാനൊരു താമസിച്ചിരുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മേളിലായിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര ഡിസ്റ്റർബൻസസും ഭയങ്കര, ഈവൻ കൂടെയുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ്, കാരണം ഞാൻ ഈശോയെ ട്രസ്റ്റ് ചെയ്യുകയാണ്, അതിന് ശേഷം പതിയെ പതിയെ കുറേ കാര്യങ്ങൾ മാറി ഇൻ ദ സെൻസ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള പിള്ളേരുടെ അടുത്തേക്ക് പതിയെ മൂവ് ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ കുറേയും കൂടി ഡെയിലി കുർബാനയ്ക്ക് പോകാനും ഈശോയെ ഡെയിലി അനുഭവിക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നു. പിന്നെ അതിന് ശേഷം പതിയെ പതിയെ എൻ്റെ മാർക്സൊക്കെ വ്യത്യാസം വരാൻ തുടങ്ങി. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ കോളേജിൽ കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടിയ, മീൻസ് എക്സാം കഴിഞ്ഞ് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജോലിക്ക് കയറി. അപ്പം അതും പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു ഷോർട്ട് ടൈമിനുള്ളിൽ തന്നെ എൻ്റെ എല്ലാ എക്സാംസും ബാക്ക് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ചെയ്ത് ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഡെപ്ത് എനിക്ക് അവിടെ ഓരോ നിമിഷവും എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റി. ചില സമയത്തൊക്കെ ഞാൻ എക്സാംസിൽ നന്നായി പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് പോയിട്ടും ചില സമയത്ത് ഫെയിലിയേഴ്സൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈശോ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ അത് കുറേയും കൂടി സത്യസന്ധമായിട്ട് പരീക്ഷ എഴുതി പാസ്സാവാനായിട്ട് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. തുടർന്നും എൻ്റെ ജീവിതത്തിൽ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒന്ന് ഈ ചേട്ടന്മാരുടെ കൂടെയുള്ള ഒരു ഫെലോഷിപ്പും ഈ പ്രയർ ഗ്രൂപ്പ്, പിന്നെ ഇതിന് ശേഷമുള്ള റെഗുലർലിയുള്ള പ്രയർ ഗ്രൂപ്പ്സും എന്നെ കുറേയും കൂടി ബിൽഡ് ചെയ്തു. അതുവരെ ഈശോയെ അനുഭവിക്കാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഈശോയുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ഡെപ്ത് എനിക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഈശോ ഒരു ജസ്റ്റ് ഒരു പവർ ഒന്നും മാത്രമായിട്ടല്ല, ഈശോ നമ്മളിൽ പ്രവർത്തിക്കുന്നു. ആ നമ്മളിൽ പ്രവർത്തിക്കുന്ന ഈശോയെ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു വലിയൊരു പ്രചോദനം അല്ലെ ഇൻസ്പിറേഷൻ എനിക്ക് അതിൽ നിന്നുണ്ടായി. ഒരു പ്രയർ ഗ്രൂപ്പ് കഴിഞ്ഞ് ഞാനിങ്ങനെ ബസ് കയറാൻ വേണ്ടിയിട്ട്, ഞാൻ അന്ന് താമസിച്ചിരുന്നത് എടപ്പള്ളിയിലെ കൂനന്തൈ എന്ന സ്ഥലത്തായിരുന്നു. ഇപ്പം പ്രയർ ഗ്രൂപ്പ് നടക്കുന്നത് സെൻറ്റ് ട്രീസാസ് കോളേജിൻ്റെ ഒരു ചെറിയൊരു കോളേജ് ക്ലാസ് റൂമിലായിരുന്നു. ഇപ്പോൾ ക്ലാസ് റൂമിൽ പ്രയർ ഗ്രൂപ്പിന് അന്ന് എന്തോ വളരെ കുറച്ച് ആൾക്കാരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് അന്ന് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം എന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് ഈശോയെ പകർന്നു കൊടുക്കാനായിട്ട് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ എനിക്കുണ്ടായി. ഞാൻ കോളേജിൽ നിന്ന് ബസ് സ്റ്റോപ്പ് വരെ നടക്കുമ്പോൾ ഞാൻ ഈശോയായിട്ട് വർത്താനം പറഞ്ഞാൽ പോകുന്നുണ്ടായിരുന്നത്. ഈശോയെ, അങ്ങയെക്കുറിച്ച് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ആരെങ്കിലും എന്നോട് എന്തെങ്കിലും സംസാരിച്ചാൽ മാത്രമേ ഞാൻ ഈശോയെ അങ്ങയെക്കുറിച്ച് പറയുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചു. എന്നിട്ടാണ് ഞാൻ ബസ്സിൽ കയറുന്നത്. ഈശോയായിട്ടുള്ള സംസാരിച്ച കാര്യം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ തിരക്കില്ലാത്തൊരു സീറ്റിൽ പോയി ഇരുന്നു. എൻ്റെ അടുത്ത് ഒരു വ്യക്തി വന്നിരുന്നു. പരിചയപ്പെട്ട് തുടങ്ങി, പല വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ ഉള്ളിൽ ഈശോയെ പകർന്നു കൊടുക്കാനുള്ള ഒരു ഭയങ്കരമായ തീക്ഷ്ണമായ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ എന്തോ അന്ന് ആ ദിവസം പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ ഞാൻ ആളോട് ചോദിച്ചു, ഈശോയെ പേഴ്സണലി അല്ലെങ്കിൽ അനുഭവിച്ച എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞൊരു റെസ്പോൺസ്, ദൈവത്തെ അറിയാം, പക്ഷെ അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ദൈവത്തെ ഫീൽ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഒന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് ആ ഒരു ക്വസ്റ്റ്യൻ എന്നോട് തന്നെ തിരിച്ചു ചോദിച്ചു, ദൈവത്തെ അങ്ങനെ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അതായത് തൊട്ട് മുമ്പ് ഞാൻ ബസ്സിൽ കയറിനേക്കാളും തൊട്ട് മുമ്പ് ഞാൻ ഈശോയോട് സംസാരിച്ചത്, ആ ഒരു കൺവെർസേഷൻ പുള്ളിയോട് പറഞ്ഞു. ജസ്റ്റ് ഒരു 5 മിനിറ്റ് മുമ്പ്, ബസ് കയറിനേക്കാളും ഒരു 5 മിനിറ്റ് മുമ്പ് ഞാൻ ഉണ്ടായ കൺവെർസേഷൻ പറഞ്ഞു, ഈശോയെ, ഞാൻ ഈശോയെക്കുറിച്ച് പറയാം, പക്ഷെ ആരെങ്കിലും എന്നോട് ഒന്ന് സംസാരിച്ചു തുടങ്ങിയാൽ മാത്രമേ പറയുള്ളൂ എന്നുള്ള ആ ഒരു കണ്ടീഷൻ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു. അത് ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അറിവായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ പുള്ളി ഇതുവരെയും കേട്ടിട്ടില്ല പുള്ളിയുടെ ജീവിതത്തിൽ. അത് പുള്ളി കുറച്ചും കൂടെ അറിയാനായിട്ട് പുള്ളി ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ആ ഒരു ഈശോയെക്കുറിച്ച് ആ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഈശോയെ എങ്ങനെ പരിചയപ്പെടുത്താമെന്നിങ്ങനെ ആഗ്രഹിച്ചു. ഒന്ന്, ദൈവം നമ്മൾ വ്യക്തിപരമായി ആയിരിക്കുന്ന അവസ്ഥയിൽ വ്യവസ്ഥകളില്ലാതെ അനന്തമായി സ്നേഹിക്കുന്നു. പക്ഷെ ആ ദൈവത്തിന്റെ സ്നേഹം പലപ്പോഴും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ നമ്മുടെ ഉള്ളിലുള്ള ഒരു പാപാവസ്ഥയാണ്. നമ്മൾ ഓരോരുത്തരും ചെറുതും വലുതുമായിട്ടുള്ള ഓരോ പാവങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. പക്ഷെ ആ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഈശോയിൽ വിശ്വസിക്കണം. ഈശോ നമുക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാവങ്ങൾ ഏറ്റെടുത്തു. പക്ഷെ ആ ഒരു ബോധ്യം, എൻ്റെ പാവങ്ങളാണ് ഈശോ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചതെന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടാകുമ്പോഴാണ് എൻ്റെ പാവങ്ങൾ ഈശോ ഏറ്റെടുക്കുകയും എനിക്കൊരു പുതിയൊരു ജീവിതം അല്ലെങ്കിൽ പുതിയൊരു അവസ്ഥയിലേക്ക് എന്നെ നയിക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് എനിക്ക് ഈശോയെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാനും ഈശോയോടുള്ള ആ ഒരു കണക്റ്റ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാനും പറ്റുള്ളൂ. ഈ ഒരു കാര്യം അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ഇൻസ്പയർഡ് ആവുകയും ചെയ്തു. അതിനുശേഷം
എൻ്റെ ബസ് സ്റ്റോപ്പ് എത്തുമ്പോൾ ഞാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും ചെയ്തു. പുള്ളി എൻ്റെ കൈക്ക് പിടിച്ച് പറഞ്ഞു, സാജൻ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ കേൾക്കാനുണ്ട് എന്ന് പുള്ളി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. അവിടെ എനിക്കുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തിയെ, ആ വ്യക്തിയോട് ഈശോയെക്കുറിച്ച് പറയാനായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ ഒരുക്കുകയാണെന്നുള്ള ആ ഒരു ബോധ്യം എനിക്ക് ആ ഇൻസ്റ്റൻസിൽ കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അതുപോലെ പേഴ്സണലി ഒരാളോട് സംസാരിക്കുന്നുണ്ട്. രണ്ടാമത്തെ കേസ്, ഒന്ന് നമ്മൾ ആ ഈശോയെ കുറിച്ച് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിലൊരു ഭയങ്കര ഒരു ഫയറാണ് വരുന്നത്. അത് വേറെ എക്സ്റ്റേണൽ അല്ല, നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഇപ്പൊ ഈ രണ്ട് അനുഭവങ്ങൾ കുറെ നാളുകൾ, ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിന്നു. കുറെ നാളുകൾ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ പറ്റി. ഈശോ കൂടെയുണ്ട്. അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ഈശോ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രെങ്തൻ ചെയ്യുന്നു. ഇന്നും അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് മുതലാണ് കൂടുതലായിട്ട് ഇഷ്ടത്തോടുകൂടിയൊക്കെ താല്പര്യത്തോടുകൂടി പഠിക്കാനായിട്ടൊക്കെ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് സ്കൂളിൽ വിട്ട് വന്ന് കഴിഞ്ഞാൽ എൻ്റെ ടേബിളിൽ ഒരു കാർഡ് ഉണ്ടാവും, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഉള്ള പ്രാർത്ഥനയ്ക്കുള്ളൊരു കാർഡ് ഉണ്ടാവും. അപ്പോൾ ആ പ്രെയർ ചെല്ലും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിച്ചു തുടങ്ങിയിരുന്നത്. അപ്പം ആ 10th എക്സാമൊക്കെ സമയത്താണെങ്കിലും, അത് കഴിഞ്ഞ് +2ലും പിന്നെ എൻട്രൻസിൻ്റെ എക്സാമിൻ്റെ സമയത്തും എല്ലാം, അത് കഴിഞ്ഞ് എൻജിനീയറിങ്ങിന് പഠിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെ ആ സമയത്ത് പഠിക്കാൻ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നത് പരിശുദ്ധാത്മാവിനോട് കൂടുതലായിട്ട് പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞ ഒരു ഇൻസിഡൻറ്റ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഞങ്ങൾ കോളേജിൽ ജിസ്യൂത്തിൻ്റെ പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു എല്ലാ ദിവസവും ബുധനാഴ്ചകളിലായിരുന്നു വൈകുന്നേരം ആ പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. ഒരു 10-60 സ്റ്റുഡൻസോളം ഞങ്ങൾ ഗാദർ ചെയ്യുന്ന ഒരു വലിയ പ്രെയർ ഗ്രൂപ്പായിരുന്നു ആ സമയത്ത് അവിടെയുള്ളത്. എല്ലാവരും ഭയങ്കര ഫ്രീ ആയിട്ടാണ് സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒക്കെ. ഭയങ്കര സന്തോഷമുള്ളൊരു സമയമായിരുന്നു അവിടെ കോളേജിൽ പഠിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ പഠിച്ചിരുന്നത് MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലത്തായിരുന്നു. അപ്പോൾ ആ 4 വർഷക്കാലം വളരെയധികം ദൈവം ഹെൽപ്പ് ചെയ്ത് വഴി നടത്തിയ നല്ല നല്ല സ്മരണകളുള്ള ഒരു സമയമായിരുന്നു ആ ഒരു പഠനകാലം മുഴുവൻ. പിന്നെ പ്രത്യേകിച്ച് ഒരു പഠനത്തെക്കുറിച്ച് പറയാനൊരു ഇൻസിഡൻറ്റ് പറയാനുള്ളത്, ഞങ്ങളുടെ ഫൈനൽ ഇയർ ലാബ് എക്സാം നടക്കുന്ന സമയത്ത് അന്ന് രാവിലെ വിശുദ്ധ ഖുർആനിക്ക് പോയതിന് ശേഷമാണ് ഞാൻ ഇന്ന് ലാബ് എക്സാമിന് പോകാൻ താല്പര്യപ്പെട്ടത്. അപ്പം നമുക്ക് ലാബ് എക്സാമിന് പോകുമ്പോൾ എപ്പോഴും ഭയങ്കര ടെൻഷനായിരിക്കും. ഏതായിരിക്കും ക്വസ്റ്റ്യൻ വരിക, ഇനി അത് ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കുമോ, ഇനി അതിലെന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന സർക്യൂട്ടിൽ എന്തെങ്കിലും തെറ്റുണ്ടാവോ എന്നുള്ള ഭയങ്കര ടെൻഷനോടുകൂടി ആയിരിക്കും നമ്മൾ എപ്പോഴും ലാബ് എക്സാമിന് പോവുക. അപ്പം അന്ന് ദിവസം രാവിലെ ഞാൻ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു നമ്മൾ ഉള്ളൊരു ക്വസ്റ്റ്യൻ എനിക്കിങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഈ ക്വസ്റ്റ്യൻ ആയിരിക്കാം വരാൻ സാധ്യത എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അപ്പോൾ അന്ന് കൃത്യം ലാബ് എക്സാമിന് ചെന്ന് നമ്മൾ ലോട്ട് എടുക്കണം, നമ്മൾ ക്വസ്റ്റ്യൻ എടുപ്പം കൃത്യം ആ ക്വസ്റ്റ്യൻ തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പം അത് പ്രത്യേകം എനിക്കൊരു ഭയങ്കര ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ ക്വസ്റ്റ്യൻ എന്താണ് കിട്ടിയതെന്നും. അപ്പോൾ അത് വളരെ വിജയകരമായിട്ട് എനിക്ക് ചെയ്തു തീർക്കാനും സാധിച്ചു. ഈശോയായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അനുദിന ജീവിതത്തിൽ ഇന്നും ആ ഈശോയുടെ പ്രസൻസിലൂടെ ജീവിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും ഞാൻ ആ പ്രസൻസിലാണ് ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഭാരപ്പെട്ട ഒരവസ്ഥകളോ അല്ലെങ്കിൽ ഒരു സങ്കടത്തിൽ ആയിരിക്കേണ്ട ഒരവസ്ഥകൾ ആവേണ്ട കാര്യമില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പല സാഹചര്യങ്ങളിൽ ഈശോ എന്നെ നയിച്ചിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് എക്സാംസിലൊക്കെ വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് ഇരിക്കുന്ന സമയത്ത് ഞാൻ പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എത്ര പഠിച്ചിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല, ഞാനിനി മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഈശോ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു റെസ്പോൺസ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്.
നിനക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നീ ചെയ്യ്, ബാക്കി ഞാൻ ഏറ്റെടുത്തോളാം ഒരു കോൺഫിഡൻസ് എനിക്ക് ഈശോ തന്നു. അതിനുശേഷം എൻ്റെ സാഹചര്യങ്ങൾ കുറേയൊക്കെ മാറി, കുറേയും കൂടി പഠിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എനിക്ക് മാറാൻ പറ്റി. 2013 ഏപ്രിലാണ് ഞങ്ങളുടെ വീട് രജിസ്റ്റർ ചെയ്യുന്നത്. ബേസിക്കലി 35 ലാഖിനാണ് അന്ന് വീട് മേടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അപ്പം ആ ഒരു സമയത്ത് ട്രാൻസാക്ഷൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി ഏകദേശം ഒരു 10% അന്ന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എടുത്തൊരു തീരുമാനം, ഈശോയുടെ കൂടെ ആകുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ഡോക്യുമെൻ്റ് ചെയ്ത് പോകാം എന്നുള്ള ഒരു ഡിസിഷൻ ഞാൻ എടുത്തായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇനീഷ്യൽ ഫിനാൻസ് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഈ ഒരു ഡിസിഷൻ ഞാൻ വളരെയധികം മുറുകെ പിടിച്ചു. ഞാനിതിൽ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ഇതിൽ. അപ്പം ഇത് ഏകദേശം 3.5 ലാഖിൻ്റെ അടുത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടിയും ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ വേണം. അപ്പം ഞാൻ അത് അങ്ങനെ തന്നെ പ്രൊസീഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ അടുത്ത് 1-2 പേരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കോസ്റ്റ് കുറച്ച് കാണിക്കുകയാണെങ്കിൽ ഏകദേശം 72,000 ഡിഫറൻസ് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ചെയ്യുവാണെങ്കിൽ ഈശോടൊപ്പം ട്രൂ ആയിട്ടുള്ള വാല്യൂ എന്താണോ അത് തന്നെ വെച്ചിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ഡിസൈഡ് ചെയ്യും. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തായിരുന്നു. പക്ഷെ അതിന് 2 ദിവസം മുമ്പ് വക്കീൽ എന്നെ വിളിച്ച് പറഞ്ഞു, മാർച്ചിന് പകരം ഒരു ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആക്കുവാണെങ്കിൽ 72,000 ഡിഫറൻസ് ഉണ്ട്. ഗവൺമെൻറ് ലാൻഡ് ടാക്സിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ 2% കുറവ് വരുത്തി. അതിനുശേഷം 72,000 ആ ഡിഫറൻസ് വന്നു. എൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ആ ലോ തിരിച്ച് പഴയ പോലെ തന്നെയാക്കി. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം എനിക്ക് വേണ്ടി മാത്രമാണ് ആ ഒരു ചേഞ്ച് ഈവൻ ഗവൺമെൻറ് തലത്തിൽ വരുത്തി എന്നുള്ളത് എനിക്ക് ഫീൽ കിട്ടി. കാരണം വെച്ചാൽ നമ്മൾ വൺസ് ഇൻ എ ലൈഫ് ടൈമാണ് ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് കൃത്യ ആ പോയിന്റിൽ എനിക്ക് ആ ഒരു വലിയ ഡിഫറൻസ് വരുത്തി, ഒരു വലിയൊരു ആശ്വാസം എനിക്ക് ആ സമയത്ത് ലഭിച്ചു. പിന്നെ എല്ലാ ഓഫീസുകളിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വർക്ക് പ്രഷറിൻ്റെ കേസിലും ഒക്കെ പെട്ടിരിക്കുന്ന സമയത്തും എങ്ങനെയെങ്കിലും ഒരു സമയം കണ്ടെത്തി പ്രയർ ഗ്രൂപ്പിന് പോകാനും, ആ പ്രയർ ഗ്രൂപ്പിന് പോകുമ്പോൾ ഉണ്ടായിരുന്ന ടെൻഷനും അതെല്ലാം മാറി തിരിച്ചു വരുമ്പോൾ പുതിയൊരു ആവേശത്തോടുകൂടെയും പുതിയൊരു ഐഡിയാസോടുകൂടെ വർക്ക് ചെയ്യാനും, പിന്നെ അത് പലപ്പോഴും നമ്മൾ ഇനീഷ്യലി ഉണ്ടായിരുന്ന ട്രബിൾസൊക്കെ മാറി കുറേ കൂടി എഫക്റ്റീവ്ലി അന്ന് ചിലപ്പം നേരത്തെ വീട്ടിൽ പോകാൻ വരെയുള്ള സിറ്റുവേഷൻസ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. വീട്ടിലെ ഓരോ ചെറിയ ചെറിയ കേസുകളാണെങ്കിൽ വലിയ എന്ത് കാര്യങ്ങളിലാണ് ഈശോ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നുണ്ട്. വിവാഹശേഷം എനിക്ക് പ്രത്യേക ഒരു അനുഭവം പറയാനെന്താ വെച്ചാൽ, മൂത്ത മോള് പ്രഗ്നൻസി ആയിരുന്ന സമയത്ത് ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് പ്രഗ്നൻസി സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് ആ സമയത്ത് ജോലി നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു, പെട്ടെന്ന് ജോലി പോയല്ലോ എന്നുള്ളൊരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഒരു 3-4 വർഷത്തോളം മോളുണ്ടായതിന് ശേഷം അടുത്ത മോളുണ്ടായി. ഒരു 4 വർഷത്തോളം എനിക്ക് കരിയർ ബ്രേക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഓർക്കും, ഇനിയിപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല, ഇനിയിപ്പോൾ വീട്ടിൽ കുട്ടികളെയൊക്കെ നോക്കി വീട്ടിലിരിക്കാം എന്നുള്ളൊരു രീതിയിലായിരുന്നു ആ സമയത്ത് പോയിക്കൊണ്ടിരുന്നത്. 3-4 വർഷത്തിന് ശേഷം വീണ്ടും വളരെ പെട്ടെന്ന് തന്നെ വേറൊരു ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കോളേജിൽ എനിക്ക് ഒരു കോൺട്രാക്ട് ഫാക്കൽറ്റി ആയിട്ട് ജോലി കിട്ടുകയും ചെയ്തു. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ആ 3-4 വർഷം നമുക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതായത് നമുക്ക് ആ കുട്ടികളെ ആ സമയത്ത് ടേക്ക് കെയർ ചെയ്യാനും, ആ കുഞ്ഞു സമയത്ത് അവർക്ക് അവർ ഫീഡ് ചെയ്യാനും, അല്ലെങ്കിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരെ 3 മാസം ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് വേഗം ജോലിക്ക് പോകേണ്ടി വരുമായിരുന്നു. അപ്പം ഭയങ്കര നമുക്ക് ധൃതിയിൽ പോകേണ്ടി വരുമായിരുന്നു, കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായേനെ. പക്ഷെ ആ ഒരു ബ്രേക്ക് എനിക്ക് കിട്ടിയത് കൊണ്ട് എനിക്ക് കുഞ്ഞുങ്ങളെ നോക്കാനും, ആ സമയത്ത് കുഞ്ഞുങ്ങളുടെ ആ ചെറിയ പ്രായത്തിൽ അവരുടെ കൂടെ ആയിരിക്കാനും, അവരുടെ കളിചിരിയൊക്കെ കാണാനും ഒക്കെ എനിക്ക് അവസരം കിട്ടി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 4 കുട്ടികളാണെന്ന് പറഞ്ഞല്ലോ.
4 കുട്ടികളും മൂന്നാമത്തെ മോളുണ്ടായപ്പോഴും മൂന്നാമത്തെ മോനുണ്ടായപ്പോഴും 4ാമത്തെ മോളുണ്ടായപ്പോഴും ഇതുപോലെ തന്നെ എനിക്ക് ജോലി ഒന്നെങ്കിൽ എനിക്ക് എൻ്റെ കോൺട്രാക്ട് കഴിയും, അല്ലെങ്കിൽ എനിക്ക് ജോലി നഷ്ടപ്പെടുമായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് പക്ഷേ ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ആ ഒരു ബ്രേക്ക് കിട്ടിയത് എനിക്ക് വളരെ ആശ്വാസമായിരുന്നു. കാരണം കുട്ടികളെ എനിക്ക് ആ സമയത്തൊക്കെ പ്രത്യേകിച്ച് ഫീഡ് ചെയ്യാനും അവരെ നോക്കാനും ഒക്കെ ആ ഒരു സമയത്ത് അവരുടെ കൂട്ടത്തിൽ തന്നെ ആയിരിക്കാനും എനിക്ക് ദൈവം എനിക്ക് സമയം തന്നു. അതിനുശേഷം എനിക്ക് ഒരു 2 വർഷം അല്ലെങ്കിൽ 1 വർഷത്തിന് ശേഷം എനിക്ക് വീണ്ടും എനിക്ക് ജോലി കിട്ടി. അതും ഞങ്ങൾക്ക് പോയി വരാനും, അതായത് വീടിനടുത്തുള്ള രീതിയിൽ ഇവരെ നോക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാളെ കിട്ടുന്ന രീതിയിലെല്ലാം ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. പുതിയ നിയമത്തിലെ ഉപമകൾ പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് താലന്തുകളുടെ ഉപമ എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഉപമകളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ 1 താലന്ത് കിട്ടിയവനും 5 താലന്ത് കിട്ടിയവനും 10 താലന്ത് കിട്ടിയവനും കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെയധികം എന്നെ ചിന്തിപ്പിക്കാറുണ്ട്. എസ്പെഷ്യലി ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ആ താലന്തുകൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, അതോ ഞാൻ 1 താലന്ത് കിട്ടിയ ഒരു വ്യക്തിയെ പോലെ എൻ്റെ താലന്തുകൾ, കഴിവുകൾ, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ, റിസോഴ്സ് എല്ലാം ഞാൻ കുഴിച്ചു മൂടിയിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത്, അത് വളരെ അധികം ഈവൻ ഇന്നും മുന്നോട്ട് നയിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. മത്തായി 6:33. ഞങ്ങൾ ഈ വചനം പ്രത്യേകിച്ച് ഞാൻ അനുദിനം ഓർക്കാറുണ്ട്. ഏതാണ് ഈശോയുടെ രാജ്യവും അവിടുത്തെ നീതിയും. അപ്പം ഒന്നീ വചനമായിട്ട് കണക്ട് ചെയ്ത് എനിക്ക് പലപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ നമ്മളിപ്പം എത്ര ഫോക്കസ് ചെയ്താലും അല്ലെങ്കിൽ എത്ര ട്രെയിനിങ് കൊടുത്താലും എന്തായിത്തീരും എന്നുള്ളത് യാതൊരു ഉറപ്പും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ആസ് എ പാരന്റ് ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പിന്നെ പിള്ളേരെ ഇപ്പം അവരുടെ ഒരു അപ്ബ്രിങ്ങിങ്ങിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലൊക്കെ ചിന്തിക്കുമ്പോൾ, അവർക്ക് ഈശോയുടെ ഒരു സ്നേഹം ബേസിക്കലി അവർക്ക് ഫീൽ ചെയ്യണം. എന്നാലേ അവർക്ക് അത് ഈശോയായിട്ട് കൂടെ നിന്ന് ഈശോയോടൊപ്പം ചേർന്ന് നിന്ന് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു എനിക്ക് കിട്ടിയ പോലത്തെ ഒരു പേഴ്സണൽ എൻകൗണ്ടർ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവർക്ക് ഈശോയോടൊപ്പം ചേർന്ന് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം അത് ഈശോയും അവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന ആ ഒരു സാഹചര്യവും സമയവും അവരുടെ ഒരു ഏജും ഒക്കെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ഞാൻ ചിന്തിച്ചത് അവരെ വചനത്തിൽ കൂടുതൽ ആഴപ്പെടുത്തുക, വചനം പഠിപ്പിക്കുക. അപ്പം അങ്ങനെ ഒരു സാഹചര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് ആ വചനം പഠിക്കാനായിട്ടൊരു അൺഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈം കിട്ടണം. അപ്പം ആകെ ഞാൻ ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് വീട്ടിൽ നിന്നും പിള്ളേരെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു 10 മിനിറ്റ് സമയം അവർക്ക് ആ വചനത്തിൻ്റെ ഒരു പേപ്പർ ഞങ്ങളുടെ വണ്ടി വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ ഓരോ പ്രാവശ്യം പോകുമ്പോഴും അത് മുഴുവൻ റിസൈറ്റ് ചെയ്ത് ആ വചനം അവരെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം എല്ലാ ദിവസവും. അപ്പം അവർക്ക് എപ്പം ചോദിച്ചാലും ഒരു മിനിമം ഒരു 10 വചനമെങ്കിലും ബൈ ഹാർട്ടായിട്ട് അവർക്ക് പറയാനായിട്ട് വരും. അപ്പം അതേ കോണ്ടെക്സ്റ്റ് തന്നെ റീസെൻ്റ്ലി ഞാൻ കിഡ്സ് മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ജിസ് യൂത്തിൽ അവരുടെ ഒരു എൽഡർ എന്ന നിലയ്ക്ക് വന്നപ്പോഴും ആ ഒരു തീക്ഷ്ണതയോടുകൂടെ മറ്റ് എല്ലാ മക്കളെയും ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം, എങ്ങനെയാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കാനും ആ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ ഓരോ ഇനീഷ്യേറ്റീവ്സ് എടുക്കാനും സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചു. ആത്മാവിൻ ആഴങ്ങളിൽ അറിഞ്ഞു നിന്റെ സ്നേഹം നിറ
മനസ്സിൻ ഭാരമെല്ലാം നിന്നോട് പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു. എന്തൊരാനന്ദം